നമസ്കാരം. സെൻറ്റ് പോൾ ഫാർമസിയുടെ ഒരു നല്ല സുപ്രഭാതം കൂടി എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു. ആസ്മയ്ക്കും അലർജിക്കും പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സ എന്ന വിഷയത്തെക്കുറിച്ചാണല്ലോ ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത്. എറണാകുളം ജില്ലയിലെ അശവന്നൂർ പഞ്ചായത്തിലെ പനിച്ചയം എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് ഈ ഫാർമസി സ്ഥാപിതമായിട്ട് ഇപ്പോൾ ഒരു 100-120 വർഷമായി. നമ്മളൊരു കട്ട് ഓഫ് 1920 എന്ന് ഇട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ പിതാമഹൻ കോരവൈദ്യനായിട്ട് തുടങ്ങി വെച്ചു. എൻ്റെ പിതാവ് പൗലോസ് വൈദ്യൻ ഇപ്പം 3ാം തലമുറയാണ്. എന്നിൽ അത് നിക്ഷിപ്തമായി. 4ാമത്തെ തലമുറയായ എൻ്റെ മകൾ ഡോക്ടർ ഗ്രീഷ്മ എ.വൈ. അവൾ ആയുർവേദ ഡോക്ടറാണ്. 3 തലമുറകൾ ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഇതിനെ കൈമാറി വന്നു. ഈ ആയുർവേദത്തിൽ ആസ്മയ്ക്കും അലർജിക്കും പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ രോഗങ്ങൾക്കും മരുന്നുകളുണ്ടായിരുന്നു. ത്വക്കിനുണ്ടായിരുന്നു, വ്രണങ്ങൾക്കുണ്ടായിരുന്നു, ഒടിവിനുണ്ടായിരുന്നു, ചതവിനുണ്ടായിരുന്നു, പരുക്കൾക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ കണ്ണ്, മൂക്ക്, തൊണ്ട, ചെവി, ഏത് ഒരു അസുഖമാണോ നമ്മളെ അന്ന് ബാധിച്ചുകൊണ്ടിരുന്നത് അതിനെല്ലാം ഇതുപോലെ പ്രത്യേകമായ പാരമ്പര്യമായ ആയുർവേദ ചികിത്സാ സമ്പ്രദായങ്ങൾ ഇപ്പോൾ സ്പെഷ്യലൈസ് ചെയ്ത പല കാര്യങ്ങൾക്കും നമുക്ക് കേൾക്കാനായിട്ട് പറ്റുമല്ലോ. അതെല്ലാം ഇതുപോലെ പാരമ്പര്യ വൈദ്യശാലകളോ അല്ലെങ്കിൽ വൈദ്യമഠങ്ങളോ വൈദ്യന്മാരിൽ നിന്നാണ് അത് പിന്നീട് അത് നമുക്ക് പകർന്നു കിട്ടിയത്. അപ്പോൾ എൻ്റെ പിതാമഹൻ കോരവൈദ്യൻ തുടങ്ങി, പൗലോസ് വൈദ്യൻ തുടങ്ങി, എന്നിലേക്ക് പകർന്നു തന്നു. അത് കഴിഞ്ഞ് അത് അടുത്ത 4ാമത്തെ തലമുറയിൽ ആയുർവേദ ഡോക്ടറാവാൻ പറ്റി. പലപ്പോഴും ഇത് അന്യം നിന്ന് പോയി, പലർക്കും പറഞ്ഞു കൊടുക്കാതെ പറ്റി, പല വൈദ്യന്മാരും പെട്ടെന്ന് മരിച്ചു പോയെങ്കിൽ അത് ആർക്കും അറിയാതെ പറ്റി. ഗ്രന്ഥങ്ങളെല്ലാം ഒന്നുകിൽ മറ്റാർക്കെങ്കിലും കൊടുത്തു, അല്ലെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് തന്നെ തിരികെ കൊടുത്തു. അങ്ങനെ അത് പലർക്കും അത് ചിലപ്പോൾ ഒരുപക്ഷെ പെൺമക്കളായിരിക്കാം. അപ്പോൾ അത് പിന്തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. ഒത്തിരി അമൂല്യമായ നിധികൾ ആയുർവേദത്തിലുണ്ടായിരുന്നു. ഈ സെൻറ്റ് പോൾ ആയുർവേദം അല്ലെങ്കിൽ സെൻറ്റ് പോൾ ഫാർമസി ഇപ്പോൾ എൻ്റെ അപ്പച്ചൻ 1960 ഇത് കൊച്ചിൻ ട്രാവൻകൂർ രജിസ്ട്രേഷനായിട്ട് എടുത്തിരിക്കുന്നത്. അതിനു മുമ്പ് വല്യാപ്പനുണ്ട്, ഗ്രാൻഡ് ഫാദറിനുണ്ട്. അപ്പോൾ അത് എത്രയാണ് കട്ട് ഓഫ് ഡേറ്റ് എന്നുള്ളത് ഞങ്ങൾക്ക് അത്ര കിട്ടിയിട്ടില്ല. ഇന്നിപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലം 46 വർഷങ്ങളിൽ എനിക്കൊരു 10 വയസ്സൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കാണുന്നത് വളരെ തുലവുമാണ് ഇങ്ങനെ ഒരു അലർജി അല്ലെങ്കിൽ ശ്വാസം മുട്ട് അല്ലെങ്കിൽ ആസ്മ രോഗികളെ കാണുന്നത്. അന്നൊക്കെ ഇത് പാരമ്പര്യമായിട്ട് തന്നെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും മുത്തശ്ശനിൽ നിന്നും മുത്തശ്ശിയിൽ നിന്നൊക്കെയാണ് ഇത് പകർന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് അങ്ങനെയല്ല. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒത്തിരി ആദ്യമേ കാണുന്നത് ശ്വാസമുട്ടിന് മുമ്പ് വരുന്ന അലർജിയാണ്. നമ്മുടെ ചുറ്റുമുള്ള വീടുകൾ നോക്കുക, അവിടെ ഒരാൾക്കെങ്കിലും അലർജി അല്ലെങ്കിൽ ആസ്മ ഇന്ന് കോമൺ ആയി കഴിഞ്ഞിരിക്കുന്നു. പണ്ട് ഇത്രയും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ ഇൻസിഡൻസ് നോക്കുകയാണെങ്കിൽ ഒത്തിരി കൂടുതലാണ്. നമ്മുടെ ചുറ്റുമുള്ള ഫ്രണ്ട്സിനാണെങ്കിലും അല്ലെങ്കിൽ കൊളീഗ്സിനാണെങ്കിലും ആസ്മയോ അല്ലെങ്കിൽ അലർജിയോ അല്ലെങ്കിൽ അതിന് സംബന്ധമായ എന്തെങ്കിലും ഒരു രോഗം കാണുന്നുണ്ട്. ഇന്ന് കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ഒരു 90 വയസ്സ് പ്രായമുള്ളവരിൽ വരെ ഇത് നിത്യേന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറ്റാക്ക് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആസ്മയുടെയോ അല്ലെങ്കിൽ അലർജിയുടെയോ ഒരു കണ്ടീഷൻ കാണിക്കുന്നു, പക്ഷേ അത് പിന്നീട് അത് മാറിപ്പോകുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. അത് നിത്യേന ഇപ്പോൾ കുട്ടിക്കൊരു ചൊറിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർത്താതെയുള്ള തുമ്മലോ ജലദോഷമോ ചുമയോ എന്തെങ്കിലും കാണിക്കുവാണെങ്കിൽ അത് ചെറുതായി തുടങ്ങി പിന്നീട് അതൊരു വലിയ ഇൻസിഡൻറ്റിലേക്ക് മാറുകയാണ്. അവർക്ക് അവരുടെ നിത്യേനയുള്ള ജോലികൾ തടസ്സമാകുന്നു. സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ആബ്സെൻസ് വളരെയധികം കൂടി വരുന്നു. അവർക്ക് അവരുടെ കൊളീഗ്സിൻ്റെ കൂടെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റാതെ വരുന്നു. സെൽഫ് കോൺഫിഡൻസ് ലാക്ക് ആവുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടികളെ നോക്കുകയാണെങ്കിൽ അവർ തന്നെ പറയും, അമ്മ ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും അവർ വെറുതെ പറയുന്നതാണ്. പക്ഷേ അങ്ങനെയല്ല. അവർക്ക് അവരുടെ കുട്ടികളുടെ കൂടെ കളിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ സ്കൂളിൽ പോകാനുള്ള ഒരു ഉന്മേഷക്കുറവും ഒക്കെ നമ്മൾ ഈ അലർജി കാരണം അവർക്കുണ്ടായി വരുന്നു. ഇത് പണ്ടുണ്ടായിരുന്നതിനേക്കാളും ഒരു 3 ഇരട്ടി കൂടുതലാണ്. പണ്ട് ഇത് വളരെയധികം നമ്മുടെ കൈക്കുള്ളിൽ നമുക്കിതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നെങ്കിൽ ഇന്ന് മാറുന്ന ജീവിതശൈലി അല്ലെങ്കിൽ മാറ്റമുള്ള ഭക്ഷണ രീതി അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ, പണ്ടുണ്ടായിരുന്ന ഒരു കാലാവസ്ഥയല്ല ഇന്ന് നമ്മൾ കാണുന്നത്. മഴ വരേണ്ട സമയത്ത് ഇപ്പോൾ തണുപ്പാണ്, തണുപ്പ് വരേണ്ട സമയത്ത് ഇപ്പോൾ വെയിലാണ്, എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഈ രോഗങ്ങളും. അത് പണ്ടുണ്ടായിരുന്ന ഒരു ചെറിയ അവസ്ഥയിൽ നിന്നും ഇപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ചികിത്സ കറക്റ്റായ സമയത്ത് കണ്ടെത്തുകയും ഒരു ഡോക്ടറെ കൃത്യമായി പോയി കണ്ട് അവരിൽ നിന്ന് കൃത്യമായ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും കൃത്യമായ ചികിത്സാ രീതി ഇതിന് ആവശ്യമാണ്. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറുതായി ബുദ്ധിമുട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഡോക്ടറെ കണ്ടില്ലെങ്കിൽ പിന്നീട് ഈ പറയുന്ന തുമ്മലാവാം, നിർത്താതെയുള്ള തുമ്മലാവാം, അല്ലെങ്കിൽ കണ്ണ്, മൂക്ക്, തൊണ്ട, ചെവി ചൊറിച്ചിലാവാം, മൂക്കടപ്പാവാം, കുത്തിയുള്ള ചുമയാവാം. പിന്നീട് ഇതെല്ലാം മാറി
ആസ്മ എന്ന ആ ഒരു രോഗത്തിലേക്ക് ഇത് നയിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കറക്റ്റായിട്ട്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോധവൽക്കരണം വളരെയധികം ആവശ്യമാണ്. അത്രയും റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ആസ്മ അലർജി എന്ന് പറയുന്നത്. ഇപ്പോൾ പലരും പറയാറുണ്ട്, ഡോക്ടറെ എനിക്ക് സ്കിൻ അലർജിയാണ്, അപ്പോൾ അലർജിയിൽ സ്കിൻ മാത്രമല്ലേ വരത്തുള്ളൂ എന്ന്. അപ്പം നമ്മുടെ തെറ്റായ ധാരണയാണ്. നമ്മൾ കേൾക്കുന്നത് സ്കിൻ അലർജി മാത്രമാണ്. പക്ഷേ സ്കിന്നിലുണ്ടാവുന്ന ഈ പറയുന്ന പോലെ ഒരു കാറ്റടിക്കുമ്പോൾ, പൊടിയടിക്കുമ്പം ചുവന്ന് തിണർത്ത് വരിക, പൊങ്ങി വരിക, അപ്പം പോലെ പൊങ്ങി വരിക, അത് ആർട്ടിക്കേരിയ എന്ന് പറയും. അതേപോലെ തന്നെ കറുത്ത് ഇങ്ങനെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് ഫ്ലേക്സ് പോലെ ഇങ്ങനെ കറുത്ത പാടുകളോടുകൂടി വരിക, അറ്റോപിക് ഡെർമറ്റൈറ്റിസ് പോലത്തെ കണ്ടീഷൻ. പിന്നെ എന്തെങ്കിലും ഓർണമെൻറ്റ്സ് ഇടുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാവുക, നമ്മൾ ഈ ഡിറ്റർജൻസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാവുക, അതിന് കോൺടാക്ട് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. അതേപോലെ തന്നെ വരുന്നതാണ് പൊട്ടിയൊലിക്കുന്ന കണ്ടീഷൻസ്. ചിലപ്പോൾ നമ്മുടെ ഈ ജോയിൻസിലാവും, എസ്പെഷ്യലി നമ്മുടെ എൽബോ ജോയിൻ്റ്, അതേപോലെ മുട്ടിന് പുറകിലായിട്ട് വരിക. പിന്നെ ചില കുട്ടികൾ പറയുന്ന ബട്ടക്സിൻ്റെ ഭാഗത്ത് അവർ ടോയ്ലറ്റിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ചൊറിഞ്ഞു വരിക. ഇതൊക്കെ സ്കിൻ അലർജിയിൽ പെടുന്ന ഭാഗമാണെങ്കിലും ഇത് കൂടാതെ തന്നെ വേറെ 3 തരം അലർജി ഉണ്ട്. ഒന്ന് അലർജിക് റൈനൈറ്റിസ്, പിന്നെ അലർജിക് കഫ്, പിന്നെ അലർജിക് ആസ്മ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല ഇത് അലർജിയുടെ ഭാഗമാണെന്ന്. ചിലപ്പോൾ ഒരു തുമ്മലായിട്ട് പ്രസൻറ്റ് ചെയ്യും. അപ്പം തുമ്മലല്ലേ, അതിനെന്താ അലർജി വരുന്നത്? പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ തന്നെയായിരിക്കും നിർത്താതെയുള്ള തുമ്മൽ. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു പ്രത്യേകമായ തണുപ്പ് അവരുടെ എക്സ്പോസ്ഡ് ആവുന്നത് കൊണ്ടാണ് അവർക്ക് ആ തുമ്മലുണ്ടാവുന്നത്. അത് അവർക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ പൊടിയടിക്കുമ്പോഴുള്ള തുമ്മൽ, അല്ലെങ്കിൽ ചുമ, അതൊരു പ്രത്യേക സമയത്ത് മാത്രം, തണുപ്പ് വരുമ്പോൾ മാത്രം, രാത്രി കാലങ്ങളിൽ മാത്രം, അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി ഉണ്ടാവുമ്പോൾ മാത്രം. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ ഇതിൻ്റെ ഒരു എന്താ പറയുക, വകഭേദമാണ്. അതേപോലെ തന്നെ ഈ അലർജിക് തുമ്മൽ എങ്ങനെ അല്ലെങ്കിൽ അലർജിക് റൈനൈറ്റിസ് എങ്ങനെ കാണിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്താതെയുള്ള തുമ്മൽ. അപ്പം തുമ്മലോടൊപ്പം തന്നെ മൂക്കിൽ നിന്നും ശക്തമായ ഒഴുക്കുണ്ടാവും, അതുപോലെ മൂക്കടവുണ്ടാവും, പിന്നെ വായിക്ക് നാറ്റമുണ്ടാവും. കാരണം ഈ കഫം ഒക്കെ നിറഞ്ഞ് സൈനസുകളിൽ നിറഞ്ഞ് അത് പുറത്തേക്ക് പോകാൻ പറ്റാതെ ഈ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും തലവേദനയായിട്ടും അതേപോലെ തന്നെ വായുനാറ്റം പോലെ. സൈനസൈറ്റിസിൻ്റെ ഒരു എന്താ പറയുക, ഒരു ക്ലോസ് റിലേഷൻ ഇതിന് വരുന്നുണ്ട്. അതേപോലെ തന്നെ വരുന്നതാണ് അലർജിക് കഫ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്താതെയുള്ള ചുമ. അതിപ്പം 1 or 2 ചുമയായിട്ട് വരും ആദ്യ സമയങ്ങളിൽ. നമ്മളത് എന്താ പറയുക, എന്തെങ്കിലും മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ്, ആൻറ്റിഹിസ്റ്റമിൻസോ എന്തെങ്കിലും എടുത്ത് അതിനെ നമ്മൾ കുറയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും 10 മടങ്ങ് ശക്തിയോടുകൂടി വരും. അപ്പോൾ ഈ പറയുന്ന മെഡിസിൻസ് ഒന്നും ആക്റ്റീവ് ആവണം എന്നില്ല. അങ്ങനെയായിരിക്കും നമ്മൾ ഇത് അലർജി കഫ് ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ വരുന്നതാണ് അലർജിക് ആസ്മ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസനാളങ്ങളിൽ ഇതേപോലെ തന്നെ നീർക്കെട്ട് വരുന്നു. അപ്പോൾ നീർക്കെട്ട് വന്നു കഴിയുമ്പം അവിടെ കഫത്തിൻ്റെ ഉൽപ്പാദനം വളരെയധികം കൂടുന്നു. അത് എസ്പെഷ്യലി തണുപ്പ് കാലമൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ എടുക്കുന്ന എയർ എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പോൾ ഈ രൂക്ഷത നമ്മുടെ ശ്വാസനാളങ്ങളിലും രൂക്ഷത ഉണ്ടാക്കുന്നു, കഫത്തെ ഉറപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചുമച്ച് അതിൻ്റെ ഒരു പ്രക്രിയയാണ്, ഈ കഫത്തെ പുറത്തേക്ക് കളയാനുള്ള പ്രക്രിയയാണ് ചുമ എന്ന് പറയുന്നത്. അങ്ങനെ കുത്തിയുള്ള ചുമ, ചിലപ്പോൾ കഫം പുറത്തേക്ക് പോവാം, അതിന് വെറ്റ് കഫ് എന്ന് പറയും. മറ്റേത് പുറത്തേക്ക് പോകാതിരിക്കാം, അതിന് ഡ്രൈ കഫ് എന്ന് പറയുന്നു. അങ്ങനെ വേരിയൻ്റ് ആയിട്ടുള്ള, അത് കഫ് വേരിയൻ്റ് ആസ്മ എന്ന് തന്നെയാണ് പറയുന്നത്. ചുമ ഒരു ആസ്മയുടെ ഒരു ഭാഗമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതും അലർജിക് കഫായിട്ട് വരുന്നു. പിന്നീട് വരുന്നതാണ് ശ്വാസം മുട്ട്. ഈ അറകളിലൊക്കെ കഫം നിറഞ്ഞ് നമുക്ക് ശ്വാസം ബ്രോങ്കിയൽ ട്യൂബ്സിനൊക്കെ ഒരു ചുരുക്കം സംഭവിച്ച് നമുക്ക് ശ്വാസം എടുക്കുവാനോ അല്ലെങ്കിൽ അത് പുറത്തേക്ക് കളയുവാനോ ഇങ്ങനെ തങ്ങി നിൽക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ കിതപ്പുണ്ടാവുക, എപ്പോഴും ഒരു എന്താ പറയുക, ഒരു വല്ലാതെ വിളങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്നു. ഇതൊക്കെ ഈ അലർജി തന്നെയാണ്. അലർജിക് റൈനൈറ്റിസും അലർജിക് കഫും അതേപോലെ തന്നെ പിന്നീട് നയിക്കപ്പെടുന്ന അലർജിക് ആസ്മയൊക്കെ ഈ സ്കിൻ അലർജി പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതെല്ലാം ലക്ഷണങ്ങളാണ്. തുമ്മലുണ്ട്, കണ്ണ്, മൂക്ക്, തൊണ്ട, ചെവി ചൊറിച്ചിലുണ്ട്, നെഞ്ചിന് ഭാരമുണ്ട്, നിർത്താത്ത കുര അല്ലെങ്കിൽ ചുമയുണ്ട്, കിതപ്പുണ്ട്, ക്ഷീണമുണ്ട്, ഈ പ്രാവ് കുറുകുന്ന പോലെ ഇരുന്ന് കുറുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലത്. പിന്നെ ഇത് വരുന്നതിനുള്ള നിദാനങ്ങൾ, അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. പലർക്കും വരുന്നതിൻ്റെ കാരണം പൊടിയടിക്കാൻ പറ്റില്ല, തണുപ്പടിക്കാൻ പാടില്ല, തണുത്തത് കഴിക്കാൻ പറ്റില്ല, സ്മെല്ലടിക്കാൻ, അത് രൂക്ഷമായ ഗന്ധങ്ങൾ, കടുക് വറുക്കുക, മീൻ വറുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള മീൻ പൊരിക്കുക എന്നും പറയും. പുക പറ്റില്ല. പുക പറ്റുന്ന 4-5 വീടിന് അപ്പുറം മറ്റേ പ്ലാസ്റ്റിക് കത്തിച്ചാൽ ചിലപ്പോൾ അവരോട് പോയി ചിലർ പറയുന്നുണ്ട്, അവരോട് ഇത് പറ്റില്ല എന്ന് പറയുന്ന പലരും പറഞ്ഞ് ഞങ്ങളുടെ അനുഭവം കേട്ടിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കിപ്പോൾ അവരുടേതായ വേസ്റ്റ് വരുന്ന അവർക്ക് ഡിസ്പോസ് ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ അവരെ പക്ഷേ ഈ ആളുകൾക്കിത് പറ്റില്ല. കാരണം അപ്പോൾ അവർക്ക് അവിടെ ഗന്ധം ഉണ്ടാകുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അതുപോലെ തന്നെ പഴങ്ങളിൽ തന്നെ പാളയംകുടം പഴം,
അതിൻ്റെ അതിന് മൈസൂർ പൂവൻ എന്ന് പറയും, റോബസ്റ്റ, അതൊന്നും തണുപ്പ് ഇച്ചിരി കൂടുതലാണ്, അത് കഴിക്കാൻ പറ്റുന്നില്ല. കക്ക, ചെമ്മീൻ, ഞണ്ട്, കാൽസ്യം അടങ്ങിയ ഫുഡ്. ചിലർക്ക് അതൊക്കെ കഴിച്ചിട്ട് ചുണ്ടൊക്കെ വീർത്ത് വന്ന് ബോധമില്ലാതെ പോയി പെട്ടെന്ന് തലക്കറങ്ങി വീഴുന്ന ഒരവസ്ഥാവിശേഷം വരുന്നുണ്ട്. കക്ക, ചെമ്മീൻ, ഞണ്ട്. അലർജി ഉള്ളവർ അതൊന്ന് കഴിവതും ഒഴിവാക്കി നിർത്താൻ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. മോര്, തൈര്, പാല്. ചിലർക്ക് മോര് പറ്റില്ല, തൈര് പറ്റില്ല, പാല് പറ്റില്ല, പാലുൽപ്പന്നങ്ങൾ പറ്റില്ല. അതിന് കഫപ്രകൃതം കൂടുതലാണ്. ഇതിനൊക്കെ ഒട്ടും ഉപയോഗിക്കേണ്ടതെന്നല്ല, പക്ഷേ കഫപ്രകൃതം കൂടുതലുള്ളവർ അതിൽ നിന്നൊക്കെ ഇച്ചിരി നീതി പുലർത്തി നിൽക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പൊള്ളൻ അല്ലെങ്കിൽ ഈ പൂമ്പൊടിയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഒരു പ്രത്യേക സീസണലായിട്ട് അവിടെ പൂക്കൾ പൂക്കും. അപ്പോൾ ആ പൂക്കൾ ഇപ്പോൾ പറയുക, ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ അക്കേഷ്യ പൂക്കുമ്പോഴൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അത്ര പൂമ്പൊടി ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. വേറെ പല കാര്യങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പം ഒന്ന് പറയുകയാണെങ്കിൽ പൊടി തന്നെ നോക്കുകയാണെങ്കിൽ പഴകിയ പൊടിയുണ്ട്, പുതിയ പൊടിയുണ്ട്. ചിലർക്ക് ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റൂമിൽ കയറുമ്പം അല്ലെങ്കിൽ അലമാര തുറക്കുമ്പം പഴയ ഡ്രസ്സൊക്കെ എടുക്കുമ്പം അപ്പോഴൊക്കെ ആയിരിക്കും തുമ്മലും അതേപോലെ അലർജിയും ചുമയൊക്കെ കാണിക്കുന്നത്. ചിലർക്ക് ആസ്മ തന്നെ കാണിക്കും. അപ്പം അത് പൊടിയാണ് ചിലരുടെ ബുദ്ധിമുട്ടായി കാണുന്നത്. ചിലർക്ക് പുതിയ പൊടി എന്തെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ഇപ്പോൾ റോഡിൻ്റെ അടുത്തുള്ള വീടൊക്കെ ആണെങ്കിൽ, പൊടി എപ്പോഴും അടിച്ചു കയറുന്ന വീടൊക്കെ ആണെങ്കിൽ അവർക്ക് മിക്കപ്പോഴും കാണിക്കുന്ന ഈ ചൊറിച്ചിലുകളും കണ്ണ്, മൂക്ക്, തൊണ്ട, ചെവി ചൊറിച്ചിൽ, ഈ ആസ്മ അല്ലെങ്കിൽ ചുമ, ഇതൊക്കെ അവരിൽ കാണിക്കുന്ന ചില സിംറ്റംസാണ്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന പൊടിയാണെങ്കിൽ ചിലർക്ക് വേറെ തരം പൊടിയാണ്. ഇപ്പം നമ്മൾ ജോലിയോടനുബന്ധമായി നോക്കുകയാണെങ്കിൽ മരപ്പണിക്കാരുണ്ട്, കൽപ്പണിക്കാരുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്ത് ഇൻഡസ്ട്രിയിൽ. ഇപ്പം ഇതിൻ്റെയൊക്കെ പൊടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മൈന്യൂട്ടാണ്, നമുക്ക് കണ്ണിന് പോലും കാണാൻ പറ്റാത്ത പൊടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവർ എന്നും കോണ്ടാക്റ്റ് ആയിട്ടുള്ള, എന്നും ഇത് ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിങ്ങനെ ശ്വസിച്ച് ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിർത്താതെയുള്ള പലർക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തുമ്മലായിട്ടായിരിക്കും. ഈ യങ് ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക്, എസ്പെഷ്യലി ചെറുപ്പക്കാരിൽ ഇത് കാണിക്കുന്നത് തുമ്മലായിട്ടായിരിക്കും. തുമ്മൽ, കണ്ണു ചൊറിച്ചിലായിരിക്കും. പലരും അത് ആൻറ്റിഹിസ്റ്റമിൻസ് ഒക്കെ എടുത്ത് അത് വേണ്ട, കുഴപ്പമില്ല, അങ്ങനെ തള്ളി നീക്കി പിന്നീട് ഇത് ആസ്മയിലേക്ക് ഒത്തിരി പേരില്ല. ഇവിടെ വരുന്ന ആസ്മ കേസിൽ മിക്കവരിലും തന്നെ ഈ അലർജി പ്രസൻ്റ് ആയിരുന്നതായിട്ട് പിന്നീട് അവർ കണ്ടിട്ടുണ്ട്. നമ്മൾ പറയുമ്പോഴാണ്, ഹിസ്റ്ററി എടുത്ത് വരുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അടുത്തതായും ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാരണമാണ് പാരമ്പര്യം. ഇപ്പം നമ്മൾ ഈ പാരമ്പര്യം എന്നത് ഞാൻ സ്ട്രൈക്ക് ചെയ്ത് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വരും തലമുറയിലേക്ക് ഈ ഒരു അസുഖത്തെ നമുക്കൊരു പരിധിവരെ കൊടുക്കാതിരിക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അലർജിക് ആയിട്ടുള്ള പേരൻസ് ആണെങ്കിൽ അവർക്ക് തന്നെ അറിയാം ഈ പറയുന്ന സിംറ്റംസ്, നിർത്താതെയുള്ള തുമ്മലുണ്ടോ, അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടോ, കണ്ണു, മൂക്ക്, തൊണ്ട, ചെവിയൊക്കെ ചൊറിച്ചിലുണ്ടോ, സ്കിൻ അലർജി ഉണ്ടോ, അല്ലെങ്കിൽ ആസ്മയുടേതായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ. അവരിലൊക്കെ ചിലപ്പം ഒരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർക്കറിയാൻ പറ്റും IG, AEC പോലത്തുള്ള അലർജിക് ഫാക്ടേഴ്സ് റേസ്ഡ് ആയിരിക്കും. അങ്ങനെയുള്ളവർ തന്നെ കൺസീവ് ആവുന്നതിന് മുമ്പ് തന്നെ ഇതിനൊരു കൺട്രോൾ വരുത്തുകയാണെങ്കിൽ നമ്മൾ കുട്ടികളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പം എസ്പെഷ്യലി നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന മെഡിസിൻസ് ഒന്നും തന്നെ കൊടുക്കാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ കൺസീവ് ആവുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പം കൺസീവ് ആകുമ്പോൾ പൊതുവേ നമ്മൾ സൗമ്യമായിട്ടുള്ള ഔഷധങ്ങളാണ് കൊടുക്കുക. ഏറ്റവും കുറവ് മെഡിസിൻസ് ആ സമയത്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും കുറച്ച് മെഡിസിൻസേ നമ്മൾ കൊടുക്കത്തുള്ളൂ. കാരണം അത് വരുന്ന കുട്ടിക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കും, എന്തെങ്കിലും അഡ്വേഴ്സീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കൺസീവ് ആവുന്നതിന് മുമ്പ് നമ്മൾ ഈ മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ കുട്ടിക്കും ആ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിരിക്കും. അതേപോലെ തന്നെ ഗർഭസ്ഥ അവസ്ഥയിലും നമുക്ക് കുറച്ചുകൂടി ഈസി ആക്കാൻ സാധിക്കും. അത് നമ്മൾ എല്ലാവരും ഒന്ന് നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പലരും ചോദിക്കാറുണ്ട്, ഡോക്ടർ ഇത് ഏത് ഏജിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു ഏജ് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഏജിൽ കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് മാറിപ്പോകുമല്ലോ. അങ്ങനെ ആസ്മ അലർജി എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്കൊരു പ്രായപരിധി പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പം ജനിച്ചു വീഴുന്ന കുട്ടികളിൽ പോലും ഇപ്പം അലർജിയുടെ സിംറ്റംസ്, എസ്പെഷ്യലി അവരുടെ പേരൻസിന് ഈ ഒരു ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, പേരൻസിൻ്റെ ഇപ്പോൾ IG ഒക്കെ നോക്കുകയാണെങ്കിൽ എലവേറ്റഡ് ആണെങ്കിൽ കുട്ടികളിലും അത് വരാൻ ഹെറിഡിറ്ററി എന്ന് അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഇത് പ്രസൻറ്റ് ചെയ്യാനും ചാൻസസ് ഉണ്ട്. അപ്പം കുഞ്ഞു കുട്ടികൾ തൊട്ട് ഒരു നമുക്ക് പറയാം 90 ഏജ് വരെയുള്ള ആളുകളിൽ ഇത് കാണുന്നുണ്ട്. അപ്പം ഇവിടെ വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 2 years തൊട്ടുള്ള കുട്ടികളെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിന് മുമ്പ് ഉള്ള കുട്ടികൾ, അതിന് മുമ്പാണെങ്കിൽ നമ്മൾ അമ്മമാർ ഇപ്പം ബ്രസ്റ്റ് ഫീഡിങ് ആണെങ്കിൽ അമ്മമാർക്ക് നമ്മൾ മെഡിസിൻ കൊടുക്കാറാണ് പതിവ്. 2 വയസ്സ് മുതലുള്ള കുട്ടികളിലാണ് നമ്മൾ ചികിത്സ ചെയ്തു വരുന്നത്. ഇപ്പോൾ കുട്ടികൾ ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവർ ഭയങ്കരമായിട്ട് കണ്ണ് ചൊറിയും, അവരുടെ കണ്ണിങ്ങനെ തിരുമ്മിക്കൊണ്ടിരിക്കും, അതേപോലെ തന്നെ മൂക്കടപ്പ് ഉണ്ടാവും,
തൊണ്ടയ്ക്ക് കാറിലുണ്ടാവും, ചെവി തിരുമ്മിക്കൊണ്ടിരിക്കുന്നത് കാണാം, അവരിങ്ങനെ റെഡായിട്ട് വരും, ഈ അലർജി പ്രസൻ്റ് ആയതുകൊണ്ട്. ഉറങ്ങുമ്പോൾ അവരുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുന്നു, കണ്ണൊക്കെ തിരുമ്മി. അങ്ങനെയാണ് കുഞ്ഞു പിള്ളേരിൽ ഇത് പ്രസൻ്റ് ആവുന്നത്. പിന്നെ വലിയ കുട്ടികളാണെങ്കിൽ അവർക്ക് പറയാൻ തുടങ്ങും, അമ്മ എൻ്റെ കണ്ണ് ചൊറിയുന്നു, അല്ലെങ്കിൽ അമ്മ എനിക്ക് തുമ്മൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള കുട്ടികളുമായിട്ട് കളിക്കുമ്പോൾ കിതപ്പ് അനുഭവപ്പെടുക, ഇതൊക്കെ കുഞ്ഞു കുട്ടികളിൽ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന സിംറ്റംസ് ആണ്. ഇനി നമ്മൾ വലിയ ആൾക്കാർക്ക്, ഒരു 80+ ഉള്ള ആൾക്കാരിൽ അവരിൽ എങ്ങനെയാണ് അവരിപ്പം പല സ്ഥലത്തും ട്രീറ്റ്മെൻറ്റ് എടുത്ത് അവസാനം ഇൻഹൈലേഴ്സും അതേപോലെ നെബുലൈസേഷനും ഒക്കെ നിത്യേന എടുത്ത് മിനി സിലിണ്ടേഴ്സായിട്ട് പോലും വരുന്ന പേഷ്യൻസ് നമുക്കുണ്ട്. അപ്പോൾ അവരോട് നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ അസുഖം പൂർണ്ണമായും മാറ്റാൻ നമുക്ക് സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് നമുക്ക് പൂർണ്ണമായും ചിലപ്പോൾ മാറ്റിയെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. കാരണം ഈ രോഗത്തെ പോലെ തന്നെ ആളുടെ പ്രായവും അവരുടെ ബലവും, ശരീരബലം, ആരോഗ്യബലം, ഇതൊക്കെ നമ്മൾ നോക്കണ്ട. അപ്പം ഓരോ ഘട്ടം കഴിയുന്നതനുസരിച്ച് ഈ രോഗം അതിൻ്റെ മൂർച്ഛന്യാവസ്ഥയിലെത്തുന്നു. അപ്പോൾ മൂർച്ഛിച്ച അവസ്ഥയിൽ നമുക്കിതിനെ ഈ ഒരു പ്രായത്തിൽ മാറ്റിയെടുക്കുക അത്ര എളുപ്പമല്ല. എന്നാലും അവർക്കിപ്പോൾ അവരുടെയൊക്കെ ബോഡി ഇങ്ങനെ വിലങ്ങിയിരിക്കുമായിരിക്കും. ഒരു 10 അടി പേഷ്യൻസ് ടിപ്പിക്കലി പ്രസൻറ്റ് ചെയ്യുന്ന വെച്ചാൽ അവർക്ക് കാറിൽ നിന്നും OPയിലേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നും സ്വയമായിട്ട് നിത്യേനയുള്ള കാര്യങ്ങൾ ആ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ ഇപ്പം എന്താ പറയുക, സ്വന്തമായി ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് ആ ഏജ് ഗ്രൂപ്പിനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഇപ്പം മിഡിൽ ഏജ് ഗ്രൂപ്പാണെങ്കിൽ പല തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരായിരിക്കാം. അപ്പം ആ നിൽക്കുന്ന ജോലിയിൽ തന്നെ ഇപ്പം നമുക്ക് പൊടിയുള്ള എക്സ്പോഷറുള്ള ഒരു ജോലിയിൽ മേഖല ചെയ്യുന്ന ആളോട് നമുക്ക് അത് നിർത്താൻ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അത് അയാളുടെ ഉപജീവന മാർഗ്ഗമാണ്. ഇപ്പം എന്തെങ്കിലും ഡൈ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ മരപ്പണിക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്ത് ഫാബ്രിക് ഇൻഡസ്ട്രിയിലൊക്കെ ഉള്ളവർക്ക് ഈ പൊടി അല്ലെങ്കിൽ എയർ കണ്ടീഷൻ റൂമിൽ വർക്ക് ചെയ്യുന്നവരോട് നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റാൻ നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം ആ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ മെഡിസിൻ കൊടുത്ത് നമ്മൾ എങ്ങനെ ക്യൂർ ചെയ്യാം എന്നാണ് നോക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോൾ വേണമെങ്കിലും ഈ അസുഖം ഉണ്ടാവാം. ഇപ്പം ചെറുപ്പത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പിന്നീട് കോംപ്ലിക്കേഷൻസിലേക്ക് പോവാതെയും പിന്നെ അതിൻ്റെ ഒരു എന്താ പറയുക കാഠിന്യം നമുക്ക് കുറയ്ക്കുവാനും സാധിക്കും. നമുക്ക് ഇപ്പോൾ കുഞ്ഞു പിള്ളേരിലൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ടീനേജ് ഗ്രൂപ്പിലൊക്കെ വരുന്ന ആൾക്കാരിലാണെങ്കിൽ അത് അത്രയും ക്രോണിക്കായി വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവൻ തന്നെ അവരുടെ ശരീരബലം അല്ലെങ്കിൽ ആരോഗ്യബലമൊക്കെ വളരെ കൂടുതലായിരിക്കും ഈ ഒരു ചെറുപ്രായത്തിൽ. അപ്പോൾ നമുക്ക് അതിനെ മാറ്റിയെടുക്കാനും വളരെ എന്താ പറയുക ഈസി ആയിരിക്കും കമ്പയർഡ് ടു ഇച്ചിരി പ്രായമായ ആൾക്കാരിൽ. അപ്പോൾ ഈ രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ചികിത്സ നേടിയവർ പറയുന്നു ആസ്മ അലർജി ഒരു മാറാരോഗമല്ല എന്ന്. ആസ്മ അലർജി എന്നല്ല, ഏത് രോഗമാണെങ്കിലും അതൊരു മാറാരോഗമല്ല. നമ്മൾ ഈ രോഗം വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിന് ഇങ്ങനെ പറയാനുള്ള കാരണം സെൻറ്റ് പോൾ ആയുർവേദ അല്ലെങ്കിൽ ഫാർമസി പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പലരും കല്യാണം വേണ്ടാന്ന് വയ്ക്കുന്നു, വിദ്യാഭ്യാസം വേണ്ടാന്ന് വയ്ക്കുന്നു, പഠനത്തിൻ്റെ തന്നെ അത് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു, വിദേശത്തുള്ള ജോലി വേണ്ടാന്ന് വയ്ക്കുന്നു. ഇപ്പോൾ പലരോടും ഈ ഹൈ റേഞ്ച് മേഖലയിലുള്ളവരോട് പറയണതെന്ന് വെച്ചാൽ നിങ്ങൾ താഴേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നേരിമലമുണ്ട്, എറണാകുളം ജില്ലയിലേക്ക് പോരാനായി പറയുന്നത്. അതുകൊണ്ട് എന്താ കാര്യമുള്ളൂ, ഇവിടെ തന്നെയുണ്ട് 8-10 ലക്ഷം പേർക്ക് ഈ അസുഖമുള്ളവർ. അപ്പോൾ ഇത് നമ്മളിൽ രോഗമുള്ളത് കൊണ്ടാണ്, അല്ലാതെ അതിന് കാരണം നമുക്കിത് പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പ്രതികൂലമായ കാലാവസ്ഥ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് കൂടാനുള്ള കാരണം നമ്മൾ രോഗമുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ അവിടെ നിന്ന് പോന്നാലും അവിടെയുള്ളവരുണ്ട് ഇവിടെയുള്ളവർക്കും ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ തീരെ തണുപ്പൊക്കെ സഹിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 45-50 വയസ്സായ ഒരാൾക്ക് ഒരു ജോലി അറിയാവുന്ന ഒരാൾ ആ ജോലി ഉപേക്ഷിച്ച് പോകുന്ന അവർ പിന്നെ എന്ത് പണി കിട്ടാനോ? ഒരു പണിയും കിട്ടത്തില്ല. പിന്നെ സെൻറ്റ് പോൾ ആയുർവേദത്തെക്കുറിച്ച് പലപ്പോഴും ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പലപ്പോഴും ഞങ്ങളെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ കമൻറ്റുകൾ കാണാറുണ്ട്. നമ്മളതിനെ തൃണവൽക്കരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. പലപ്പോഴും തട്ടിപ്പാണ്, ഇത് 1 കൊല്ലം മരുന്ന് കഴിച്ചെന്ന്. ഒരിക്കലും ഞങ്ങളങ്ങനെ പറയാറില്ല. സെൻറ്റ് പോൾ ആയുർവേദത്തിൽ നിങ്ങൾ ഈ അലർജി ശ്വാസമുട്ട അല്ലെങ്കിൽ ആസ്മ രോഗമുള്ളവർ 1 മാസം മരുന്ന് കഴിച്ച് നോക്കിയാൽ അത് ഞങ്ങൾ ആ ബ്രോഷറിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. 40-50% കുറവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മരുന്ന് കഴിച്ചാൽ മതിയെന്ന് അവരോട് പറയാറുണ്ട്. ഈ സെൻറ്റ് പോൾസ് ആയുർവേദിൽ എങ്ങനെ ആസ്മ അലർജീനെ ചികിത്സിക്കുന്നു, എങ്ങനെ ബാക്കി ചികിത്സകളിൽ നിന്നും ഇത് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന പല പേഷ്യൻസും ഇൻഹേലേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആൻറ്റിഹിസ്റ്റമിൻസ്, എന്തെങ്കിലും സ്റ്റിറോയിഡ്സ് ഒക്കെ എടുത്തിട്ടായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത്, നമ്മുടെ ചികിത്സാരീതി എങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പം ഓരോ രോഗികളിലും ഓരോ രീതിയിലാണ് നമ്മൾ ചികിത്സിക്കുന്നത്. മെയിനായിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ ഈ രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം അമിതമായി ഉണ്ടാകുന്ന കഫത്തിൻ്റെ ഉൽപ്പാദനമാണ്. ഈ ശ്വാസനാളങ്ങളിൽ നീർക്കെട്ടുണ്ടാവുകയും അതേപോലെ തന്നെ ഈ സൈനസിലൊക്കെ
നീർക്കെട്ട് വന്നിട്ട് അവിടെയൊക്കെ കഫം അമിതമായി ഉൽപ്പാദിക്കപ്പെടുകയും അടിഞ്ഞുകൂടുകയും അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ തലവേദനയോ അല്ലെങ്കിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടോ ചുമയൊക്കെ ആയിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ അമിതമായി ഉണ്ടാവുന്ന അൺറെസ്പോൺസീവായി ഉണ്ടാവുന്ന കഫത്തിനെ നമ്മൾ പുറത്തേക്ക് കളയുക എന്നാണ്. അപ്പോൾ അതിന് നമ്മൾ കഫത്തെ ഇളക്കി കളയാനുള്ള എക്സ്പെക്ടറൻറ്റ് പോലെ ഒരു മെഡിസിൻ നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം ഏറ്റവും കൂടുതൽ ഈ അലർജിയൊക്കെ ഫ്ലെയറപ്പ് ആവുന്ന എന്തുകൊണ്ടായിരിക്കാം? നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി വളരെയധികം കുറയുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ഈ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് ഈ IgE, AEC പോലത്തെ വാല്യൂസൊക്കെ ഒത്തിരി കൂടി വരുന്നത്. അപ്പം എങ്ങനെയാണ് ഈ അലർജീനെ റെസ്പോൺസീവ് ആക്കാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ അലർജൻസിനെ. അപ്പം നമ്മൾ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കഷായങ്ങൾ, ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് ആയിട്ടുള്ള കഷായങ്ങൾ ഉണ്ടാവുകയും, അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കണ്ണ്, മൂക്ക്, തൊണ്ട, ചെവി, കണ്ണൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുവന്ന് ഇങ്ങനെ തൊണ്ടിപ്പഴം പോലെ ആയിരിക്കും ഇവിടെ വരുന്ന പേഷ്യൻസിന് പലർക്കും പ്രസൻ്റ് ആവുന്നത്. അതുപോലെ മൂക്കിന് ചുറ്റുമായിട്ടുള്ള കറുത്ത പാടുകൾ, സ്കിന്നിന് ഉണ്ടാവുന്ന കറുത്ത പാടുകൾ, അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ഇതിപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടിപ്പം പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലായിട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടിയിട്ടായിട്ടുള്ള കഷായങ്ങളും നമ്മൾ ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഇതിൻ്റെ ഒരു മെയിൻ ഫാക്ടറാണ് കുത്തിയുള്ള ചുമ. ആ ചുമ എങ്ങനെ വരാം? കഫത്തോട് കൂടി വരാം, കഫമില്ലാതെ വരാം, വരണ്ട ചുമയായിട്ട് വരാം. ഇപ്പോൾ കഫത്തോട് കൂടിയാണെങ്കിൽ ചിലപ്പോൾ തുപ്പുന്ന കഫത്തിന് പല കളറായിട്ട് വരാം. ചിലപ്പോൾ മഞ്ഞയാവാം, ചിലപ്പോൾ കറുപ്പാവാം, ചിലപ്പോൾ സ്ലൈറ്റ് ആയിട്ടുള്ള ക്രീം കളറാവാം. അപ്പോൾ അത് ഓരോ വേരിയേഷനാണ്. ഇപ്പം മഞ്ഞ അല്ലെങ്കിൽ പച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, കുറച്ചുകൂടെയും കൂടിയൊരു കണ്ടീഷനാണ്. അപ്പം അതിനെയൊക്കെ നമ്മൾ നോർമലൈസ് ചെയ്യുക. ഓരോ പേഷ്യൻറ്റിലും ഈ ചുമ വേറെ വേറെയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓരോ രീതി അനുസരിച്ച് നിർത്താതെയുള്ള ചുമ, ഇപ്പം കുറേ കാലം നീണ്ടു നിൽക്കുന്ന ദീർഘകാലമുള്ള ചുമ, അങ്ങനെയുള്ളതിനെയൊക്കെ നോർമലൈസ് ചെയ്യുന്ന തരത്തിലുള്ള കഷായങ്ങളും, അതോടൊപ്പം തന്നെ നമ്മുടെ ശ്വാസ തടസ്സത്തെ, ഇപ്പം ഇങ്ങനെ ശ്വാസനാളങ്ങളൊക്കെ നീർക്കെട്ടായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, കഫം നിറഞ്ഞ് അവിടേക്ക് ചുരുക്കം സംഭവിച്ച് നമുക്ക് ശ്വാസമെടുക്കാൻ പറ്റുന്ന അവസ്ഥ. അപ്പോൾ അതിനെ ഈസിയാക്കാനും ഉള്ള മെഡിസിൻസാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ സ്കിന്നിന് വരുന്ന ലീഷൻസ്, ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടുക, അല്ലെങ്കിൽ കൂച്ചുകൾക്ക്, മുട്ടുകൾക്കൊക്കെ ചൊറിച്ചിൽ, തടിച്ച് പൊന്തുക, ചൊറിഞ്ഞു പൊട്ടി ഒലിക്കുന്ന കണ്ടീഷൻ, ചുവന്ന് തിണർത്ത് വരിക, ഇതൊക്കെ നമ്മൾ ആ സ്കിൻ കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ പഥ്യത്തോടു കൂടിയ മെഡിസിൻസാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഈ അലർജൻസിനെയൊക്കെ കുറയ്ക്കാൻ വേണ്ടി കുറച്ച് കാലം നമ്മൾ മെഡിസിൻ കഴിക്കുകയും വേണം. പിന്നെ ഇതിനോടൊപ്പം തന്നെ വരുന്നതാണ് നമ്മുടെ ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ. അതെന്തോ മിക്ക പേഷ്യൻസ്, ഇപ്പോൾ ആസ്മ പേഷ്യൻസിനൊക്കെ എടുക്കുവാണെങ്കിൽ മിക്കവരിലും തന്നെ ഗ്യാസ്ട്രൈറ്റിസോ അല്ലെങ്കിൽ ഗ്യാസ് കെട്ടിയിട്ടുള്ള പുളിച്ചു തകട്ടലോ അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് കാണിക്കാം. നമ്മുടെ ശ്വാസനാളവും അതേപോലെ തന്നെ അന്നനാളവും അലൈൻഡായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഈ ശ്വാസനാളത്തിന് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് അന്നനാളത്തിലേക്കും ട്രാൻസ്ഫർ ആവുന്ന രീതിയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ ഇതിനോടൊപ്പം കാണിക്കാറുണ്ട്. അതിന് നമ്മൾ ഇതിനൊപ്പം തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാറുമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ കഫത്തെ ഇളക്കി കളയാനുള്ള എണ്ണകളും നമ്മൾ ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേരുമ്പോഴാണ് ഈ ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുന്നത്. അത് തന്നെയാണ് ബാക്കിയുള്ള ചികിത്സാ വിധിയിൽ നിന്നും നമ്മുടെ ചികിത്സ മാറി നിൽക്കുന്നതും. പിന്നെ പല പേഷ്യൻസും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ ഇത് പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ? പലരും വരുന്ന, ഡോക്ടറെ ഞാൻ അടുത്ത മാസം കാനഡയ്ക്ക് പോവാം, അപ്പോൾ എനിക്ക് ഇപ്പം തന്നെ പെട്ടെന്ന് മാറ്റി തരുമോ? അപ്പോൾ ഞാൻ ആ പേഷ്യൻ്റെ ഹിസ്റ്ററി അങ്ങോട്ട് തന്നെ കാണിച്ചു കൊടുക്കും. മോനെ ഇത് 8 വർഷമായിട്ടുണ്ടായതാ, അല്ലെങ്കിൽ ഇത് 5 വർഷമായിട്ടുണ്ടായതാ, 25 വർഷമായിട്ടുണ്ടായതാ. അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് മാറ്റുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓരോ ദിവസവും ഈ രോഗത്തിൻ്റെ റൂട്ട് അങ്ങ് വളരെയധികം ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കതിനെ ശരീരത്തിൽ നിന്ന് മാറ്റാൻ ഒരു കാലസമയം, ഒരു ദൈർഘ്യം നമ്മൾ എടുക്കണം. അപ്പം അതേപോലെ തന്നെ നമ്മുടെ മെഡിസിൻസ് എടുക്കുമ്പോഴും ഒരു കാലാധിഷ്ഠിതമാണ്, ഒരു സമയം നമ്മൾ പറയുന്നുണ്ട്. 6 മാസത്തെ കോഴ്സ് അല്ലെങ്കിൽ 3 മാസത്തെ കോഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലെയറപ്പ് ഉണ്ടാകുമ്പോൾ കുറച്ച് മെഡിസിൻ നിങ്ങൾ കയ്യിൽ കരുതണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പെട്ടെന്ന് വന്ന് ചികിത്സിച്ച് ഇൻഹേലർ എടുക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിറോയിഡ്സ് എടുക്കുന്ന പോലെ പെട്ടെന്ന് നമ്മൾ നിർത്തുവല്ല. ആ രോഗത്തെ നമ്മൾ അതിൻ്റെ ആ മൂർച്ഛന്യ അവസ്ഥയിൽ നിന്നും പതുക്കെ കുറച്ച് അതിനെ ഒരു എന്താ പറയുക, രോഗിക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ ഒരു മാറ്റമുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പം എല്ലാവരും അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
നമ്മളിവിടെ സെൻറ്റ് പോൾസ് ആയുർവേദയിൽ ഓരോ മെഡിസിൻസ് ഉണ്ടാക്കുമ്പോൾ അത്രയും ശ്രദ്ധ ചെലുത്തിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് നമ്മുടെ വല്യാപ്പനും വൈദ്യനൊക്കെ ഭയങ്കര എന്താ പറയുക, ഒത്തിരിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. കാരണം നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത് മെഡിസിനാണ്. അപ്പോൾ അതിന് നമ്മൾ അത്രയും ശ്രദ്ധ നമ്മൾ ചെലുത്തുന്നുണ്ട്. നമ്മുടെ പ്ലാന്റിൽ തന്നെ പല മെഡിസിൻസും നമുക്ക് ഇപ്പം ലഭ്യത വളരെ കുറവായതുകൊണ്ട് നമ്മൾ തന്നെ അത് വെച്ച് പിടിപ്പിക്കുകയും പിന്നെ ഇവിടെ വരുന്ന മെഡിസിൻസ് എല്ലാം കൃത്യമായി അത് ടെസ്റ്റ് ചെയ്ത് കെമിക്കൽ ലാബിൽ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ പലതും തന്നെ നമ്മൾ ഇപ്പം പണ്ടത്തെ പോലെ വന മേഖലകളിൽ നമുക്ക് അങ്ങനെ കളക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പം നമ്മൾ സ്പെഷ്യലായിട്ടുള്ള പെർമിഷൻസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് നമുക്ക് മെഡിസിൻ വരുന്നത്. കുറേയൊക്കെ നമുക്ക് ലഭ്യത കുറവ് കാരണം നോർത്തേൺ സൈഡിൽ നിന്നൊക്കെ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത്രയും നമ്മൾ ബുദ്ധിമുട്ടി അത്രയും ക്വാളിറ്റി ഉറപ്പ് വരുത്തി. കാരണം ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല. പണ്ട് നമുക്ക് ആൾക്കാർക്ക് കുറിപ്പടി, ഇപ്പോൾ വല്യാപ്പൻ്റെയൊക്കെ കാലത്ത് കുറിപ്പടി കൊടുത്തു വിടും ആൾക്കാർക്ക്, അവർ തന്നെ കഷായം പറിച്ചു കൊണ്ടുവരും, നമ്മൾ കഷായം ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനത്തെ ഒരു സമ്പ്രദായമായിരുന്നു. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ തൊട്ടാവാടി എന്താണെന്ന് ചോദിച്ചാൽ പോലും പറയാൻ പറ്റുന്ന ഒരു തലമുറയല്ല വളർന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ മെഡിസിൻ ഉണ്ടാക്കുകയാണ്, നമ്മൾ തന്നെ അത് പലതും കൃഷി ചെയ്യേണ്ട അവസ്ഥയിലേക്കും വരുന്നു. ആ ഒരു രീതിയിലാണ് നമ്മളിപ്പം മെഡിസിൻസ് എല്ലാം ഉണ്ടാക്കുന്നത്. അത്രയും ശ്രദ്ധയിൽ വേണം നമ്മൾ ഓരോ മെഡിസിൻസും ഉണ്ടാക്കുന്നത്. അപ്പം അത്രയും ക്വാളിറ്റി നമ്മൾ ഉറപ്പ് വരുത്തിയാണ് ഓരോ മെഡിസിൻസ് നമ്മുടെ പ്ലാന്റിൽ തന്നെ സ്വന്തമായി നമ്മൾ ഇത് പ്രൊക്യൂർ ചെയ്യുകയും അതുപോലെ തന്നെ റോ മെറ്റീരിയൽസൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തൊക്കെയാണ് നമ്മൾ ഇത് അത്രയും സൂക്ഷ്മമായി നിരീക്ഷിച്ചാണ് നമ്മൾ ഓരോന്നും ഉണ്ടാക്കിയെടുക്കുന്നത്. എൻ്റെ പേര് ജോമിയ. എൻ്റെ സ്ഥലം കാലടി കഴിഞ്ഞിട്ട് കൊറ്റമ്മത്താണ്. ഞാൻ ഒരു 10-15 വർഷത്തോളമായി അലർജി, 15 ജനറ്റിക്കായിട്ട് എനിക്ക് അലർജിക് ഡിസീസ് ഉണ്ട്. നല്ല ആസ്മ ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷേ ഈ അലർജി ജനറ്റിക് ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ഹോമിയോ ഇംഗ്ലീഷ് മരുന്ന് ഒക്കെ കഴിച്ച് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആയുർവേദം പലയിടത്തും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ എനിക്കൊരു ക്യൂർ കിട്ടിയിട്ടില്ല. ഒരു എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു സെൻറ്റ് പോൾസ് ആയുർവേദത്തെ പറ്റി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 വർഷത്തോളമായിട്ടുള്ളൂ. എന്നും എനിക്ക് ചുമ, തലവേദന, ശ്വാസം, ഒരു 5 വർഷത്തോളമായി ശ്വാസം മുട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാൻ വേറൊരു സ്ഥലത്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് മെയിൽ മൊത്തം കടിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇനിയും അത്രയും ഭയങ്കര നിരാശയായിരുന്നു. പക്ഷേ ഈ സ്കിന്നൊക്കെ കടിച്ചിങ്ങനെ പൊട്ടുമായിരുന്നു. അതായത് ഒരു 24 hours. പിന്നെ ചുമ, ശ്വാസം മുട്ട്, ഇതിൽ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര നിരാശയായിരുന്നു. കണ്ണ് ചൊറിച്ചിൽ, തൊണ്ട ചൊറിച്ചിൽ, ചെവി കടി, തുമ്മൽ. എനിക്ക് മുഖം കഴുകുമ്പോൾ ഭയങ്കരമായിട്ട് തുമ്മി ഭയങ്കര മൂക്ക് ചൊറിഞ്ഞ് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഇപ്പം എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല. എല്ലാം കൊണ്ടും ഈ തണുപ്പ് മാസത്തൊക്കെ എങ്ങനെ ഞാൻ ഡീൽ ചെയ്യുന്നു വിചാരിക്കാറുണ്ട്. ഇപ്പം ഞാൻ ചിന്തിക്കും ഞാൻ തന്നെയാണോ എന്ന്. 1 year എന്തായാലും ആസ്ത നിവാർ എണ്ണയും പിന്നെ തുമ്മലിൻ്റെ എണ്ണയും കഷായമൊക്കെ കറക്റ്റായിട്ട് കഴിച്ചു. ഇപ്പം എനിക്ക് മരുന്ന് കഴിക്കേണ്ട ആവശ്യമേ ഇല്ല. വളരെ എനിക്കിപ്പോൾ അങ്ങനൊരു അസുഖമേ ഇല്ല. ഇപ്പോൾ എല്ലാവരും ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അസുഖം മാറിയെന്ന് ഒരിക്കലും ഞങ്ങൾ അവകാശപ്പെടാറില്ല. പക്ഷേ എന്നാലും ഈ 126 വർഷമായിട്ടും ഈ ആസ്മയ്ക്കും അലർജിക്കും പ്രത്യേക പാരമ്പര്യ ആയുർവേദ ചികിത്സയായിട്ട് 4 തലമുറകൾ ഇതിങ്ങനെ കഷ്ടപ്പെട്ട് ഇത് കൊണ്ടു കിടക്കാനായിട്ട് സാധിച്ചു. അതിന് പ്രത്യേകമായ ജഗദീശ്വരനോട് നന്ദി പറയുന്നു. നിങ്ങൾ ഇത്രയും കാലം ഏതാണ്ട് 2 ലക്ഷത്തോളം പേരെ ഞങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞു. 1 ലക്ഷം പേരുടെ കാർഡ് സിസ്റ്റം തന്നെയാണ്. മറ്റൊക്കെ കണ്ട ഡയറിയിലും ബുക്കിലൊക്കെ എഴുതി വെച്ചതാണ്. അതൊക്കെ അതിൻ്റെ റെക്കോർഡ് ഞങ്ങൾക്ക് കയ്യിലില്ല. പക്ഷേ ഇത് റെക്കോർഡിക്കലായിട്ട് 1 ലക്ഷത്തോളം പേരെ റെക്കോർഡിക്കലായിട്ട് ഞങ്ങൾക്ക് കാണുവാനായിട്ട് സാധിച്ചു. കേരളത്തിൽ 15 യൂണിറ്റുകളുണ്ട്. ഞങ്ങളുടെ ഹെഡ് ഓഫീസ് ഉൾപ്പെടെ 16 എണ്ണമുണ്ട്. ഇത്രയും കാലം ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടും ഞങ്ങളുടെ നിസ്സീമമായ സെൻറ്റ് പോൾ ആയുർവേദ എൻ്റെ വ്യക്തിപരമായിട്ട് മകൾക്കും ഞങ്ങളുടെ ഈ യൂണിറ്റിന് വേണ്ടിയിട്ടും ഇത്രയും ഞങ്ങൾ ഏതാണ്ട് 50 പേരുണ്ട്. അങ്ങനെ ഒരു ഫാമിലിയായിട്ട് ഞങ്ങൾ പോകുന്നു. ഇതിൻ്റെ ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നത് ഡോക്ടർ നീമ പോളാണ്. അതിൻ്റെ ഡയറക്ടറായിട്ട് നിൽക്കുന്ന എൻ്റെ സഹധർമ്മിണി ബീനയാണ്. ഇപ്പോൾ ഇതിൻ്റെ മറ്റ് മരുന്ന് കാര്യങ്ങളെല്ലാം ഞങ്ങൾ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട്
മകനുണ്ട്, അവൻ BBA കഴിഞ്ഞു. അവനാണെങ്കിൽ ഇപ്പോൾ ഇതിന് ഈ മരുന്നൊന്ന് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കഫത്തിന് മരുന്ന് ഞങ്ങൾക്ക് ഈ ലോകത്തിന് കൊടുക്കണമെന്നുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ്. കാരണം കഫമില്ലാത്ത മനുഷ്യനില്ല. പലർക്കും കഫപ്രകടനം വന്നുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുന്നു. ഈ കഫം ഒന്ന് എങ്ങനെയെങ്കിലും പോയിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ആ മരുന്ന് കൂടി ഞങ്ങൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു മകൾ കൂടിയുണ്ട്, അത് 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഞങ്ങളോട് കാണിച്ച നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങൾക്കും പ്രത്യേകമായ നന്ദി, നമസ്കാരം.